നമസ്കാരം കൂടെ ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ അതായത് 17/7/2026 വെള്ളിയാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില ഇന്ന് വീണ്ടും സംസ്ഥാനത്ത് ഇടിഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 70 രൂപ, ഒരു പവൻ്റെ മുകളിൽ 560 രൂപയാണ് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞത്. സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകി വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ് സ്വർണ്ണവില. പശ്ചിമേഷ്യൻ സംഘർഷം, ഹോർമുസിന് പുറമെ മറ്റൊരു നിർണായക കപ്പൽ പാതയായ ചെങ്കടലിലേക്ക് നീളുന്നത് എണ്ണവില കത്തിക്കയറാൻ ഇടവരുത്തും. ഇത് പണപ്പെരുപ്പ പേടി കൂടാനും വഴിയൊരുക്കും. ഡോളർ കുതിക്കും. ഇത് സ്വർണ്ണവില ഇടിയാനൊരു കാരണമാകുമെന്നാണ് പറയുന്നത്. താഴ്ന്നിറങ്ങിയ സ്വർണ്ണവിലയുടെ വിശദമായി നോക്കുമ്പോൾ 22 ക്യാരറ്റ് 13,065, ഒരു പവൻ 1,04,520. അതുപോലെ 24 ക്യാരറ്റ് 14,253, ഒരു പവൻ 1,14,024. അതുപോലെ 18 ക്യാരറ്റ് 10,690, ഒരു പവൻ 85,520. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. കുതിപ്പിൻ്റെ പാതയിൽ തുടർന്ന ഇന്നത്തെ റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം RSS 4 282, RSS 5 കിലോ 278, ISN 20 244, ലാറ്റക്സ് 60% യാർഡ്സിന് 167 5 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 282, RSS 5 കിലോ 278. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 274, RSS 5 കിലോ 271. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% യാർഡ്സിൽ ഒട്ടുപാൽ കിലോ 180, 60% യാർഡ്സിൽ ഒട്ടുപാൽ കിലോ 135. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 1 291 രൂപ 67 പൈസ, RSS 2 289 രൂപ 95 പൈസ, RSS 3 288 രൂപ 37 പൈസ, RSS 4 287 രൂപ 51 പൈസ, RSS 5 287 രൂപ 8 പൈസ. ഇതാണ് വിദേശ വില. ഇന്നത്തെ വൈകിട്ടത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില മാറ്റമില്ല തുടരുകയാണ്, RSS 4ഉം 5ഉം. എന്നാൽ ISNൽ 1 രൂപയും ലാറ്റക്സിൽ 2 രൂപയാണ് കൂടിയിരിക്കുന്നത്. രാജ്യാന്തര വിലയിൽ മാറ്റം ഉണ്ട്. എന്തായാലും ഇനി സ്കൂളുകളിൽ കുട്ടികളുടെ പോഷകാഹാരങ്ങൾ വർദ്ധിപ്പിക്കുകയും അതിൽ ബോധവൽക്കരണം നടത്താനും വേണ്ടി കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുമായി കൃഷി വകുപ്പ്. ഇപ്പോഴത്തെ കൃഷി മന്ത്രി എന്ന് പറഞ്ഞാൽ T സിദ്ദിഖാണ്, വയനാട് MLA ആണ്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ പോഷകത്തോട്ടങ്ങൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളിൽ പോഷകാഹാര ശീലങ്ങൾ വളർത്തുക, പരിസ്ഥിതി സംരക്ഷണ ബോധം ശക്തിപ്പെടുത്തുക, കൃഷിയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2921 സ്കൂളുകളിൽ ഫലവൃക്ഷ പോഷകത്തോട്ടങ്ങൾ. കുട്ടികൾക്ക് സ്കൂളുകളിൽ നിന്ന് മാതൃക കിട്ടുമ്പോൾ അവരെ ഓട്ടോമാറ്റിക്കായിട്ട് വീടിന് ചുറ്റും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ അവരും ശ്രമിക്കും. നല്ലൊരു ഐഡിയ ആണ്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്ര സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി.